ഇന്നത്തെ സ്പെഷ്യൽ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, മറ്റൊന്നുമല്ല മൈസൂർ പാക്ക്. ഇതൊന്ന് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ചൂടായ ശേഷം ഏകദേശം 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് കളറിന് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാനിവിടെ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അരിച്ചെടുക്കുന്നൊന്നുമില്ല. കടലപ്പൊടി എടുക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ഉരുക്കിയെടുത്ത് വെച്ചിരിക്കണം. ഈ ഒരു കടലപ്പൊടിയിലേക്ക് ഈ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നുമില്ലാത്ത രീതിയിൽ ഒരു വിസ്ക് ഉപയോഗിച്ചോ സ്പൂണ് കൊണ്ടോ ഇരുന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള നെയ്യ് ആയിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്തായാലും കുഴപ്പമില്ല. ഓയിലും നെയ്യും ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ നെയ്യ് ചേർത്ത് തയ്യാറാക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് തയ്യാറാക്കിയ ശേഷം നമുക്ക് ഒഴിക്കാനായിട്ടുള്ള ഒരു പാത്രം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു പാത്രം നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായ ശേഷം 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് പാനിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് മാത്രമേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വരെ ആവാം. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പാനിയാക്കി എടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ പഞ്ചസാര ഒരു നൂൽ പരുവമൊന്നും ആക്കി എടുക്കുന്നില്ല. ചെറുതായി ആ ഒരു ഒട്ടുന്ന പരുവത്തിൽ വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ആ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൈസൂർ പാക്കിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പാനിയായി ഒരു നൂൽ പരുവമായ ശേഷം മാത്രം ഈ മാവ് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ചെറുതായി ഒന്ന് ഒട്ടുന്ന ആ ഒരു ഫോമിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കൈവിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള ആ നെയ്യൊക്കെ തന്നെ ഈ കടലമാവ് നന്നായി അബ്സോർബ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറേശ്ശെയായി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരട്ടിയെടുത്ത് നന്നായിട്ടിത് പാനിൽ നിന്ന് വിട്ടു വരുന്ന ആ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിത് വളരെ സോഫ്റ്റായി കിട്ടുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. ആ ഒരു രീതിയിലുള്ള പാൻ കേക്കാണ് തയ്യാറാക്കുന്നത്. ശരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ പഞ്ചസാര പാനിയാക്കുമ്പോൾ ഒരു നൂൽ പരുവമായതിനു ശേഷം മാത്രം ഈ മിക്സ് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശായി നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു ഫോമിലായിട്ടുണ്ട്. ഇത് തയ്യാറാക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസിയായി തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം കൂടെ ഞാനിതൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് സെറ്റ് ചെയ്യാനായി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇത്രയുമേ ഉള്ളൂ ഈ ഒരു സിമ്പിൾ റെസിപ്പി. ഇനി ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്ന ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഈ ഒരു സിമ്പിൾ റെസിപ്പി വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ വീട്ടിൽ നമുക്ക് ഈസിയായി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.